ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞാനൊരു ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ ബിരിയാണി ഇവിടെ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ബിരിയാണിയുടെ പോലെയല്ല ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് സിന്ധി ബിരിയാണിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ സിന്ധി ബിരിയാണി തയ്യാറാക്കുമ്പോൾ കുറച്ചൊന്ന് ഡിഫറെൻറ്റ് രീതിയിലാണ് ശരിക്കും ഇവർ ബിരിയാണി തയ്യാറാക്കിയെടുക്കുക. ബിരിയാണി എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഈ 5 കപ്പ് റൈസ് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 20 മിനിറ്റോളം വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഞാൻ ഈ 5 കപ്പ് റൈസ് എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനിൽക്കാണ് കേട്ടോ. അപ്പം നിങ്ങളെടുക്കുന്ന മീറ്റിൻ്റെ അളവിനനുസരിച്ച് വേണം നിങ്ങൾ എത്ര റൈസ് വേണമെന്ന് തീരുമാനിക്കാനായിട്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വെക്കാം. അപ്പോൾ ചിക്കന് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. ഇത് 1.5 കിലോ ചിക്കനാണുള്ളത്. ഇത് 2 ചെറിയ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചിക്കന് 4 പീസാക്കുന്ന വിധത്തിൽ മുറിച്ച് എടുക്കണം. അത്രയും വലിയ പീസാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സബോള ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കണ 5 സബോള ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 5 സബോള ഞാൻ എടുത്തിട്ടുള്ളത് 2 ഭാഗമാക്കി തിരിക്കും. ഒന്ന് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുക്കും. അപ്പോൾ ഒരു 2-2.5 സബോളോളം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഞാൻ കോരിയെടുക്കും. ബാക്കി കുറച്ച് സബോള ഇതിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ 5 സബോള ഞാൻ കണക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ഏറ്റവും മേലെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനാണ് ഇപ്പം ഇത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പകുതി സബോള കോരി എടുത്തിട്ട് മാറ്റി വയ്ക്കുക. പകുതി നമുക്ക് ഈ പാനിൽ തന്നെ കെടുക്കട്ടെ. നമുക്ക് ഇനി ഈ പാനിലേക്ക് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. സബോള നമ്മൾ കോരി മാറ്റിയതിന് ശേഷം ബാക്കി പകുതിയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതാണ്. അതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ ഗ്രൈൻഡറിലിട്ട് ചതച്ചതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽ വാങ്ങണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും നമുക്ക് എടുക്കാം. ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കന് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ചിക്കന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വലിയ പീസാക്കി മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു ചിക്കന് 4 പീസാക്കി മുറിച്ചാൽ മതി. പിന്നെ വല്ലാണ്ട് വലിയ ചിക്കനാണ്, ഇപ്പോൾ 1.5 കിലോൻ്റെ ചിക്കനൊക്കെ ആണെങ്കിൽ 6-7 പീസാക്കിയിട്ട് മുറിക്കുക. മാക്സിമം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാൻ നോക്കുക. അതിനുശേഷം ചിക്കന് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മീറ്റ് മസാല പൗഡർ 1 ടീസ്പൂണാണ്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മളിത് ഓയിലിലൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്ത ഉള്ളിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പൊടികളൊക്കെ ഇടാൻ നേരത്തെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്കാക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ വേവിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നമ്മളുടെ ഫ്ലെയിം ഓൺ ആക്കി ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്കായി. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ചെറിയ ഉരുളക്കിഴങ്ങ് ഇവിടെ തൊലി കളഞ്ഞ് മുറിച്ചിട്ട് വലിയ പീസാക്കി മുറിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പുതിനയിലയും ഇതേപോലെ തന്നെ ഒരു പിടി ഇട്ട് കൊടുക്കുക, നല്ലപോലെ കഴുകിയതിന് ശേഷം. പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിടാൻ വേണ്ടിയിട്ട് ലാസ്റ്റാണ് ഞാനിവിടെ ഉപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതിപ്പോൾ അവിടെ ചിക്കൻ ഇരുന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 3 ഏലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് ഏലക്ക 2 എടുത്തിട്ടുണ്ട്, ജാതിപത്രി 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രാമ്പു ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ ബേ ലീവ്സ് 2, പിന്നെ തക്കോലം 1 എടുത്തിട്ടുണ്ട്, അതായത് സ്റ്റാർ അനൈസ് 1 എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് ഒരു 3/4 വേവാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. വേണമെങ്കിൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമ്മളുടെ പ്ലമ്മാണ്. ഡ്രൈഡ് പ്ലം 5-6 എണ്ണം കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. നമുക്ക് വീണ്ടും ഇത് 3/4 വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ അരി നമുക്ക് ഒന്ന് 3/4 വേവിൽ നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചു. അതിലേക്ക് ഇതിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്ന അരി നല്ലപോലെ കഴുകി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് 3/4 വേവാവുന്ന സമയത്ത് നമുക്കിത് വെള്ളം ഊറ്റി എടുക്കാം. ഒരു സ്ട്രെയിനറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട്. അരി ഓവർ കുക്കാവാൻ പാടില്ല. നമുക്കൊന്ന് തിളച്ച് 3/4 വേവാവുന്ന സമയത്ത് നമ്മളിങ്ങനെ അരി ഒന്ന് തൊട്ട് വെക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും. അരി ഇങ്ങനെ ഒന്ന് ഒടിഞ്ഞൊടുങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കാം. അപ്പം നമ്മളുടെ അരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. 3/4 വേവിൽ അരിയും തയ്യാറായിട്ടുണ്ട്. നമ്മളുടെ 3/4 വേവിൽ നമ്മളിപ്പോൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കനും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഈ ചിക്കൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ഞാനിവിടെ ബിരിയാണി ദമ്മിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് ലെയറാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മാറ്റിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഇപ്പോൾ ചിക്കൻ വേവിച്ച പാത്രത്തിലേക്ക് തന്നെ ഊറ്റി വെച്ചേക്കണ ചോറിൻ്റെ കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കുകയാണ്. ഹാഫോളം ചോറ് ഞാനിപ്പോൾ ആദ്യത്തെ ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ദമ്മിടാം. ഞാൻ ഈ പാത്രത്തിൽ തന്നെ ദമ്മിട്ടു എന്ന് മാത്രം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ചിക്കൻ വേവിച്ച പാത്രം തന്നെ എടുക്കണമെന്നില്ല. ഇനി നമ്മൾ ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഇതേപോലെ നമ്മൾ റൗണ്ടിൽ മുറിച്ച് വെച്ചേക്കണ കുറച്ച് തക്കാളിയും ചെറുനാരങ്ങയും കൂടിയിട്ട് ഇതേപോലെ മേലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ പച്ചമുളകും കൂടിയും ശരിക്കും വെച്ച് കൊടുക്കണം കേട്ടോ. ശരിക്കും സിന്ധി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ തക്കാളിയും ചെറുനാരങ്ങയുടെ ഒപ്പം കുറച്ച് മുളക് മുഴുവനോടെയും വെച്ച് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ അധികം എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ മുളക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുളകും കൂടി വെച്ച് കൊടുക്കണം. ശരിക്കും മുളകും കൂടി വെച്ച് കൊടുക്കും. ഇനി അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചേക്കണ നമ്മളുടെ ചിക്കനും കുറച്ച് ഗ്രേവിയൊക്കെ നമ്മൾ ഇതിൻ്റെ മേലെ ഒന്നും കൂടി അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയാണ് നമ്മൾ വറുത്ത് വെച്ചേക്കണ നമ്മൾ ആദ്യം മാറ്റി വെച്ചേക്കണ സബോള ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് നമുക്ക് മുഴുവനോട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുറിക്കാണ്ട് തന്നെ മുഴുവനോടെയാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ചോറിൻ്റെ മേലെ കുറച്ച് കളർ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ കളർ എനിക്ക് സാധാരണ എടുക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ വറുത്ത് വെച്ചേക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. ശരിക്കും സാഫ്രോൺ മിൽക്ക് അല്ല, ശരിക്കും ഇവർ മഞ്ഞ കളറാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാഫ്രോൺ മിൽക്ക് ഇവിടെ എടുക്കാഞ്ഞത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന സബോളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് സീൽ ചെയ്യുക. നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ നമ്മൾ നല്ല പോലെ കവർ ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പാനിൻ്റെ മൂടി വെച്ചിട്ട് അടയ്ക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ മൂടി വെച്ചിട്ട് എനിക്ക് അടച്ചപ്പോൾ നല്ല ടൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ വേറെ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ മൂടി വെക്കുമ്പോൾ ടൈറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ മേലെ എന്തെങ്കിലും വെക്കുക, മൂടിയുടെ മേലെ നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാത്രം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. വീണ്ടും നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫോയിൽ മാറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ വെന്ത് നമ്മളുടെ ചിക്കനും ചോറൊക്കെ കൂടിയിട്ട് നല്ല മിക്സായി നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചോറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൽ നമ്മളുടെ ഡ്രൈഡ് പ്ലംസും അതേപോലെ പൊട്ടാറ്റോ ഒക്കെ ഇട്ടത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചോറിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.